ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സ്ഥലത്ത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ട്രിപ്പിങ്ങുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട തന്നെയാണ്. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. DBയിലെ സെലക്ടറും മറ്റുള്ള ഫ്രെയിം നമ്മൾ എടുത്ത് ഡിസ്കണക്ട് ചെയ്ത് വെച്ചു. അതേപോലെ DBയിലെ ഇൻസൈഡിലുള്ള ഒരു ഫ്രെയിം അഴിച്ചപ്പോൾ നമ്മളവിടെ കേബിൾ ഒരു പ്രശ്നമായിട്ട് കണ്ടു. അതിന് ഫ്യൂച്ചറിലേക്ക് ഒരു പ്രശ്നമാകാം, അതുകൊണ്ട് തന്നെ അത് നോട്ട് ചെയ്ത് വെച്ചു. അതോടൊപ്പം DBയിലെ ഐസൊലേറ്ററും ELCBയും കണക്ട് ചെയ്ത് അത് പ്രോപ്പറായിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് കണക്ട് ചെയ്ത് വേറൊരു മെത്തേഡിലായിരുന്നു. പിന്നെ നമ്മൾ ന്യൂട്രൽ ലിങ്കും എർത്തുമായിട്ട് 0 ആണ് വാല്യൂ കാണിച്ചത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ട്രിപ്പിങ്ങിൻ്റെ ഇഷ്യൂ എന്നുള്ളത് നമുക്കറിയാം. അപ്പം അത് ഏതൊക്കെ കേബിളാണ് ന്യൂട്രലിൻ്റെ പ്രശ്നം എന്നുള്ളത് കണ്ടെത്താനായിട്ട് നമ്മൾ ന്യൂട്രൽ ലിങ്കിൽ നിന്ന് ടോട്ടൽ മൊത്തമുള്ള ന്യൂട്രലിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ആരംഭിച്ചു. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വാല്യൂ ചെക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്കൊരു 6 കേബിളോളം വാല്യൂ കിട്ടാത്ത കുറച്ച് കേബിൾ നമുക്ക് കിട്ടി. ഏകദേശം ഒരു 6 കേബിളോളം ഉണ്ടായിരുന്നു ന്യൂട്രൽ. മറ്റുള്ള കേബിളുകളെല്ലാം നമ്മൾ മാറ്റിവെച്ച് ഈ 6 കേബിളിനെ ട്രേസ് ചെയ്യാനുള്ള പരിപാടികൾ നമ്മൾ നോക്കി. അപ്പോൾ 6 കേബിള് മറ്റുള്ള MCBകളായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്നുള്ളത് നോക്കാൻ, അതേപോലെ തന്നെ കണ്ടിന്യൂറ്റി മെത്തേഡിൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് കണ്ടിന്യൂറ്റി നോക്കി. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് നമ്മൾ കണ്ടെത്തിയ ആ സീറോ കാണിച്ച ആ കേബിളുകൾ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മറ്റുള്ള കേബിൾ, ആ കണ്ടെത്തിയ കേബിളുകൾ നമുക്ക് ഏതൊക്കെ ലൊക്കേഷനാണെന്ന് കണ്ടെത്താൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ചില സ്ഥലങ്ങളിൽ ജംഗ്ഷൻ ബോക്സ് അവർ ഉപയോഗിച്ചിട്ടില്ല. ജംഗ്ഷൻ ബോക്സിന് പകരം 2 കേബിൾ കൊണ്ട് നിർത്തിയിട്ട് അവിടെ വയറങ്ങനെ ജമ്പ് ചെയ്തിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫാൻസി ലൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ വെച്ചിട്ട് അതോടൊപ്പം മെയിൻ കേബിൾ വലിച്ചു കൊണ്ടുവന്ന ബോക്സുകളൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. അതോടൊപ്പം AC-ക്ക് വേറൊരു സോക്കറ്റ് വെക്കാത്തതിൻ്റെ ഒരു പ്രശ്നം, AC-യുടെ കേബിൾ ആ ജംഗ്ഷനിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി. അതോടൊപ്പം ചില കേബിളുകൾ ഇൻസുലേറ്റ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇതൊന്നല്ല ട്രിപ്പിങ്ങിന് ഇപ്പോഴത്തെ കാരണം ഇതൊന്നല്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ അതുപോലെ വോളിൽ നിന്ന്, അതായത് ഒരു ബാക്ക് എൻട്രി, അതായത് ബോക്സിൽ നിന്ന് ബാക്കിലുള്ള വോളിലേക്ക് പൈപ്പ് കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അവർ കോണ്ടിയൂട്ട് ഉപയോഗിച്ചിട്ടില്ല. നേരെ ഹോളിൽ കൂടെ തന്നെ കേബിൾ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഈ സൈറ്റിലായതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. കാരണം അവിടെ വോളിൽ നനവോ കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ കണ്ടീഷനില്ല. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്ത് പാർട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ഫോൾട്ട് നമ്മൾ കണ്ടെത്തിയായിരുന്നു. ഫോൾട്ട് കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ ഒറ്റ ഫോൾട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 7 കേബിളോളം നമുക്ക് 0 കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേബിളുകളൊക്കെ രണ്ടാമത് നമ്മൾ ഫോൾട്ട് ഫൈൻഡ് ഔട്ട് ആക്കി ക്ലിയർ ആക്കിയതിന് ശേഷം വാല്യൂ ചെക്ക് ചെയ്തപ്പോൾ നല്ല വാല്യൂസ് തന്നെയാണ്. അപ്പോൾ നമ്മളെ കുറച്ച് പ്രശ്നത്തിലാക്കിയ ഒരു പോർഷനാണിത്. അതായത് ഒരു ജംഗ്ഷൻ ബോക്സ് കണ്ടെത്താനായിട്ട് നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. കുറച്ച് സമയം അതിന് വേണ്ടി പോയി. അപ്പോൾ ആ ജംഗ്ഷൻ ബോക്സ് കണ്ടെത്തി അതിൽ ന്യൂട്രലിന് ഒരു കണ്ടമാനം ജോയിൻ്റ് ഉണ്ടായിരുന്നു. ഒരു 5-6 കേബിളുകളും അവിടെ നമുക്ക് ന്യൂട്രൽ ജോയിൻ്റ് ഉണ്ടായിരുന്ന ജംഗ്ഷൻ ബോക്സ് ആയിരുന്നു. കണ്ടെത്തി ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് രൂപക്കൂടിൻ്റെ പറവോളം വെച്ചതിൻ്റെ ഉള്ളിലായിരുന്നു. ആ രൂപക്കൂടിൻ്റെ അടിയിലായിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട്, ഒരു ഫ്ലോറിൽ തന്നെ ഗ്ലാസ് വെച്ചിട്ടുള്ള പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുറ്റും കൊടുത്ത സ്ട്രിപ്പ് ലൈറ്റിലെ അഡാപ്റ്റർ ആയിരുന്നു പ്രശ്നം. അപ്പോൾ അഡാപ്റ്റർ അതിൻ്റെ അടിയിൽ തന്നെ വെച്ചതാണ് ഒരു കാരണം. അതിലെ മോയ്സ്ചർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ലൈറ്റ് വർക്കിംഗ് അല്ല, അതിൻ്റെ ഫേസ് വയർ ഡിസ്കണക്ട് ചെയ്തതെന്നാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ആ ഫേസ് മാത്രമല്ല, ന്യൂട്രലും കൂടി ഡിസ്കണക്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ ട്രിപ്പിംഗ് ഇഷ്യൂ ഉണ്ടായത്. അപ്പോൾ നല്ലൊരു രീതിയിലുള്ള എർത്ത് ടു ന്യൂട്രൽ നല്ലൊരു രീതിയിലുള്ള കോണ്ടാക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ന്യൂട്രൽ ലിങ്കൊക്കെ നല്ല ഭംഗിയായിട്ട് ഡ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ആ ഗ്ലാസ് പോർഷനിൽ ഇരിക്കുന്ന അഡാപ്റ്റർ ഉണ്ടല്ലോ, അത് റീലൊക്കേറ്റ് ചെയ്ത് വേറെ സ്ഥലത്ത് വെച്ച് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ IR വാല്യൂ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മെയിൻ കേബിള് നമ്മൾ ഫ്യൂസിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള മെയിൻ കേബിള് ടു നമ്മുടെ ഐസൊലേറ്റർ, DBയിലിരിക്കുന്ന ഐസൊലേറ്റർ വരെയുള്ള കേബിളിൻ്റെ IR വാല്യൂ നമ്മൾ ചെക്ക് ചെയ്തു. നല്ല വാല്യൂ തന്നെ അവിടെ കിട്ടിയായിരുന്നു. നമുക്ക് ഡിസ്പ്ലേയിൽ നോക്കിയാൽ അറിയാം, ഓയിലാണ്. 200-ന് മുകളിൽ ഒരു 400 വരെയുള്ള മെഗാ ഓംസ് നമുക്ക് കേബിളുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ
നമ്മുടെ DBയിലെ ന്യൂട്രൽ ടു എർത്ത് നമുക്ക് നമ്മുടെ വർക്കിന് ശേഷം നമുക്ക് 4 മെഗാ ഓംസിന് മുകളിൽ നമുക്ക് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ നമ്മൾ ഫിനിഷ് ചെയ്യാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.